ഒരു കലാപം ഉണ്ടാക്കാൻ കഴിയും. നോക്കൂ, അവിടെ ഈ ചില ടേപ്പുകളും ചില ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ആയുധങ്ങളുമായി നിങ്ങൾ ഈ പള്ളിയുടെ അടുത്തേക്ക് വരൂ എന്ന തരത്തിൽ മുദ്രാവാക്യങ്ങളും ഒക്കെ മുഴക്കിക്കൊണ്ട് ആളുകൾ ഈ സർവേ തടയാനെത്തി എന്നാണ് ദൃക്സാക്ഷികൾ ചിലർ പറഞ്ഞതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു കലാപം ഉണ്ടാക്കാനൊരു ശ്രമം നടത്തി ഈ വിഷയത്തിൽ BJPയുടെ ഹിഡൻ അജണ്ട പുറത്തു വരുന്നതിന് പകരം അതൊരു കലാപമാക്കി മാറ്റാൻ അവിടുത്തെ പ്രതിഷേധക്കാർ ശ്രമിച്ചോ എന്നൊരു ചോദ്യം കൂടിയാണ് BJP ചോദിക്കുന്നത്. പ്രകാശ് മാസ്റ്റർ, ഇവിടെ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും മുരത്ത വർഗീയവാദിയായ ഭരണാധികാരി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇത്തരം ഹർജികൾ നൽകുന്നത്? അതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ഒന്നോ രണ്ടോ സ്ഥലത്തല്ല, രാജസ്ഥാനിലെ അജ്മീർ ഷരീഫ് ദർഗയിൽ ഇതേപോലെ കാര്യം നടക്കാൻ, വാരാണസിയിലെ ഗ്യാൻ വ്യാപിയുടെ പറഞ്ഞു, മധുരയിലെ ഷാഹി ഈദ്ഗാഹിലെ അവിടെയും ഇതുപോലുള്ള പരാതി നിൽക്കുകയാണ്, കാശിയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ പരാതി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഈ ഷാഹി ജുമാ മസ്ജിദ് സമ്പലിൽ. യഥാർത്ഥത്തിൽ മതഭ്രാന്തി ഉയർത്തിക്കൊണ്ട് അധികാര കസേര സംരക്ഷിക്കാനാവുക എന്ന് പറയുന്ന എത്ര വൃത്തികെട്ട നടപടിയാണ് ഇവിടെ BJP സ്വീകരിക്കുന്നത്. അത് കൃഷ്ണദാസിനെ പോലുള്ള ആളുകൾക്ക് എങ്ങനെ ന്യായീകരിക്കാനാവുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഏറെ ആളുകൾ, മനുഷ്യന്മാർ കൊല്ലപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് അദ്ദേഹത്തെ അറിയാത്ത കാര്യമല്ലല്ലോ. 10,000-കണക്കിന് ആളുകൾ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് മതവർഗീയ കലാപത്തിലാണ്. ഇന്ത്യ വിഭജന കാലത്തും അതിന് ശേഷമുള്ള ബാബരി പള്ളി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണല്ലോ ഇന്ത്യയിൽ 100-കണക്കിന് പേരുടെ ശവങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടായത് മതവർഗീയതയുടെ പേരിൽ. ഇത് ഈശ്വരനെ പ്രീതിപ്പെടുത്താനാണോ? ഇത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യമാണോ? ഇത് മതത്തിൻ്റെ വിഷയമാണോ? അതൊന്നുമല്ല. അധികാര കസേരക്ക് ആശ്രയിക്കാനാവുക മതവിദ്വേഷമാണ് എന്ന നിലക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രവർത്തിക്കുന്നു. അവർ ആളുകളെ ഇങ്ങനെ ഇളക്കി വിടുകയാണ് മതഭ്രാന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ഹർജികൾ നൽകാൻ. ഇവിടെ ഒരു നിയമമുണ്ട്, ഇത്തരം ഹർജികൾ എടുക്കാൻ പാടില്ലല്ലോ. നിലവിലുള്ള നിയമം അനുസരിച്ച് ഇത്തരം ഹർജികൾ ഒരു കാരണവശാലും എടുക്കാൻ ഒരു കോടതിക്കും അധികാരമില്ല. എന്നാൽ ലോവർ കോർട്ടുകൾ ഇത്തരം ഹർജികൾ എടുക്കുകയാണ്. എന്നിവിടെ പരിശോധിക്കാൻ സർവേ തീരുമാനിക്കുകയാണ്. നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ പിൻബലത്തോടു കൂടി അവിടെ ബലം പ്രയോഗിച്ച് സർവേ നടത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, അവിടെ വലിയ നല്ല കുഴപ്പങ്ങളുണ്ടായി എന്ന് പറഞ്ഞല്ലോ. ആ കുഴപ്പത്തിനിടയിലും സർവേ പൂർത്തീകരിച്ചു. ഒരു ഭാഗത്ത് ആളുകളെ കൊല്ലുന്നു, എന്നിട്ട് മറുഭാഗത്ത് സർവേ പൂർത്തീകരിക്കുന്നു. എന്തിനു വേണ്ടിയാ? ദൈവത്തെ രക്ഷിക്കാനാണോ? ക്ഷേത്രത്തെ രക്ഷിക്കാനാണോ? ഒന്നുമല്ലല്ലോ. ഇവിടെ അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട നിലപാട് സ്വീകരിച്ച് ഈ രാജ്യം എന്തായാലും പ്രശ്നമല്ല. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സമാധാനം തീരെ ഇല്ലാതായാലും സംഘപരിവാറിന്റെ പ്രശ്നമല്ല. അവർക്ക് എന്ത് വേണം? അധികാര കസേര വേണം. അധികാര കസേര വേണമെങ്കിൽ എന്തിനാണ് ഉദ്ദേശിപ്പിക്കേണ്ടത്? അവർ അയോധ്യയോട് മനസ്സിലാക്കിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞാലാണ്, അമ്പലത്തിൻ്റെ പേര് പറഞ്ഞാലാണ് വോട്ട് കിട്ടുക. അതുകൊണ്ട് അമ്പലത്തിൻ്റെ പേര് പറഞ്ഞ്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷ വിരോധമുണ്ടാക്കി എങ്ങനെയാണ് അധികാര കസേര സ്വായത്തമാക്കാനാവുക എന്ന മിനിമം അജണ്ട ചില മതഭ്രാന്തന്മാരായിട്ടുള്ള കുട്ടിക്കൊരക്കന്മാരെ കൊണ്ട് രാജ്യത്താകെ നടപ്പാക്കുകയാണ്. ഇത് എവിടേക്കാണ് ഈ നാടിൽ എത്തിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. Debate with Dr. Arun Kumar.